Then the gentle support of white pods creating a unique energy. Go to the hospital, we treat them with their illness or injury. So we put people here on the stretcher. And അയ്യോ $1.5 കുറവുണ്ട്. $7.20 വരുന്ന സാധനത്തിന് $6. ഇന്ന് ഒരു ഓഫ് ഡേ ആണ്. കഴിഞ്ഞ 5 ദിവസം പണിയെടുത്ത് കഴിഞ്ഞിട്ട് 2 ദിവസം ഇനി ഓഫാണ്. അപ്പോൾ ഇന്നങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് 2:30 ആയി. ഉച്ചയായി എണീറ്റ്. ഇപ്പം ഇന്നലെ ഉറങ്ങിയപ്പോൾ ഒരു 3-4 മണിയായി. എന്നിട്ട് ഉച്ചയ്ക്ക് എണീറ്റു, നൂഡിൽസ് കഴിച്ചു, വീട്ടിലെ നാട്ടിലൊന്ന് വിളിച്ചു, ഡാഡിനോട് സംസാരിച്ചു. ഇപ്പം ഞങ്ങൾ പുറത്ത് വന്നേക്കാണ്. ഇന്ന് ടിമ്മിൽ പോകാമെന്ന് വിചാരിച്ചു, ഒന്ന് കാപ്പി കുടിക്കാൻ. രാവിലെ ഒരു കാപ്പി കുടിച്ചില്ല എങ്ങനെയല്ലേ, രാവിലെ അല്ല ഉച്ച കഴിഞ്ഞൊരു കാപ്പി കുടിച്ചില്ലല്ലോ എങ്ങനെയല്ലേ. അപ്പം കാപ്പി കുടിക്കണം. എന്നിട്ട് ഞാൻ കുറച്ച് നാട്ടിലെ കുറച്ച് വർക്കും കാര്യങ്ങളും ഒക്കെ തീർക്കാറുണ്ട്. അതൊക്കെ തീർത്തിട്ട് ചിലപ്പോൾ ഒന്ന് വീട്ടിൽ പോയിട്ട് പുറത്ത് പോകുമായിരിക്കും. ഇവിടെ വെസ്റ്റേൺ ഫെയറോ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ചിലപ്പം പുറത്ത് പോകുമായിരിക്കും, ഔട്ടിങ്ങിന് പോവും. മൈക്ക് എടുക്കാൻ മറന്നുപോയി. മൈക്ക് വീട്ടിലിരിക്കുക. അപ്പം എങ്ങനെ അതിൻ്റെ ഓഡിയോ വരുന്നതെന്ന് അറിയില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഒരുപാട് നോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം. വേഗം തന്നെ മൈക്ക് എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഞാൻ വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളെന്താണ് വീക്കെൻഡിലൊക്കെ ചെയ്യാമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ യൂഷ്വലി വീക്കെൻഡ്സിലൊക്കെ എന്നാ ചെയ്യാമെന്നുള്ളത്. എനിക്കങ്ങനെ ഒന്നും പ്ലാൻഡ് ആയിട്ടൊന്നും അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. എല്ലാം പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ഇപ്പം എന്നാൽ അങ്ങോട്ട് പോകാം, എന്നാൽ ഇങ്ങോട്ട് പോകാം, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ വീക്കെൻഡ് കൂടുതലും വീഡിയോ എടുക്കലും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നടക്കണം. കാരണം വീഡിയോ എടുക്കുകയും ചെയ്യണം, ഇത് എഡിറ്റും ചെയ്യണം, ഇതെല്ലാം ചെയ്യാൻ നമ്മളൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഒരു സന്തോഷ് പണ്ഡിറ്റ് പോലെയാണ് ഡയറക്ഷൻ, ഫോട്ടോഗ്രാഫി, ആക്ടിങ്, എഡിറ്റിംഗ് ഇതൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ലെറ്റ്സ് സ്പെൻഡ് എ ഡേ ഇൻ മൈ ലൈഫ് ടുഗദർ. ഇവിടെ കുറേ അപ്പച്ചന്മാരൊക്കെ ഇങ്ങനെ സൊറ പറഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ ചായക്കടയുടെ മുന്നിലൊക്കെ ഇരിക്കുന്ന പോലെ. ഇനി നമുക്ക് ടിമ്മിൻ്റെ ഉള്ളിലോട്ട് പോകാം കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല. സാധാരണ ജോലിക്കിടെ വരുമ്പോൾ ഭയങ്കര തിരക്കാണ്. നമുക്ക് തിരക്കില്ലാത്തപ്പോൾ ഇവിടെയും തിരക്കില്ല. നമുക്ക് തിരക്കുള്ളപ്പോൾ ഇവിടെയും നല്ല തിരക്കാം. ഓഫ് യാത്ര പറഞ്ഞിട്ട് തന്നെ വീട്ടിൽ നൂഡിൽസ് കഴിച്ചായിരുന്നു. ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ 3 ഷുഗർ 3 ക്രീം. അപ്പോൾ പാലല്ലെന്ന് തോന്നുന്നു, പാലിന് വരെ ഇവിടെ ക്രീമാണെന്ന് തോന്നുന്നു. അപ്പം ഡബിൾ എന്ന് പറഞ്ഞാൽ 2 ഷുഗർ 2 ക്രീം. അപ്പം നമുക്ക് ഇച്ചിരി മധുരമൊക്കെ വേണ്ടതുകൊണ്ട് ട്രിപ്പിൾ എന്നുവെച്ചാൽ വലിയ മധുരമൊന്നുമില്ല, കുടിക്കാവുന്ന മധുരമേ ഉള്ളൂ കേട്ടോ. കുടിക്കാം. ഇവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാപ്പി കുടിച്ചു, കാപ്പി തീർന്നു. ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇതുപോലെ ഒന്ന് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, ഒരു കാപ്പിയും വാങ്ങിയിട്ട്. അങ്ങനെ അപ്പം നമുക്ക് ഇവിടുന്ന് പോയാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഇന്ന് ബീച്ചിൽ പോകാനുള്ള പ്ലാനാ. ബീച്ചിൽ പോകാൻ പറ്റിയ ദിവസം തോന്നുന്നു, ഇന്ന് ചൂടൊന്നും ഇല്ലാതെ. ഓക്കെ, അപ്പം പോവാം. വീട്ടിൽ പോയിട്ട് അറിയാം എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ. അവിടുത്തെ നമ്മുടെ മെയിൻ ആൾക്കാരൊക്കെ റെഡി ആവണല്ലോ, നമ്മുടെ പിള്ളേരൊക്കെ. അപ്പം നമുക്ക് കാർ ഓടിക്കാം. ഞാൻ ആഴ്ചയിലൊരു 3/4 സമയം ഇവിടെ തന്നെയാണ് ഷിഫ്റ്റ്. ഞാൻ അടക്കം നമ്മൾ സമ്മറൊക്കെ കഴിഞ്ഞ് ഇനി അങ്ങോട്ട് നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീസണിലോട്ടാണ് പോകുന്നത്, വിച്ച് ഇസ് ഫോൾ. ഫോളിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു. ഇത് ആ ചെടിയാണ്. ആ ചെടിയൊക്കെ പച്ച ഇലയായിരുന്നു, അതിപ്പോൾ ഇത് റെഡ് ഇലയായിട്ടുണ്ട്. അങ്ങനെ ഇവിടെയുള്ള എല്ലാ മരവും വേറെ കളറായി. പിന്നെ ആ ഇല പയ്യെ പൊഴിഞ്ഞു പോയിട്ട് പിന്നെ ഒരില ഇല്ലാതാവും. അപ്പോഴാണ് വിൻ്റർ വരുന്നത്. പിന്നെ അങ്ങോട്ടൊരു ഒരവസ്ഥയാണ് ഗൈസ്. അപ്പം നമ്മൾ വീട്ടിലെത്തി. ഇവിടെ ഇപ്പോൾ ചേട്ടനല്ല, ചേച്ചി എൻ്റെ പിള്ളേരുണ്ട്. നമുക്ക് പിള്ളേരെയൊക്കെ കാണാം കേട്ടോ. അവരുടെ എക്സ്പ്രഷൻ എടുക്കാം നമുക്ക്. നോയോ? അതിനടി നോ ബേബി കം. തന്നെ മഴ പെയ്യാൻ പോവാന്നാ എനിക്ക് തോന്നുന്നത്. അപ്പം എന്നാ ചെയ്യും?
അത് ശരി, എന്നാൽ ഞങ്ങൾ പോയി 2 വ്ളോഗൊക്കെ എടുത്തിട്ട് വരാം. ഇതിന്റെ ഇടയിൽ എവിടെ ഉണ്ടല്ലോ എന്റെ പൊന്ന്, ഇതിന്റെ ഇടയിൽ എവിടെയോ ഒരു പൊന്നുണ്ടല്ലോ. ഹായ് ബേബി, പത്തു look at മീമ. Come. Uyyo. Bow will get hurt, baby. Why are you hurting Bow? Huh? Come. നാണമാണോടി നിനക്ക്? ഇതിന്റെ പൊന്നിന് നാണമാണോടി? തലം കുത്തി വീഴല്ലേ? ബേബിയാണ് ഇത് ഞങ്ങളുടെ ബേബിയാണോ? പത്തു സേ ഹായ്. പത്തു സേ ഹായ്. ഹായ് പറ ബേബി. ബേബി ഹായ് പറ ബേബി. ഹലോ. മൈൻഡില്ല, തോന്നണം ഹായ് ഒക്കെ പറയണമെങ്കിൽ. ഇപ്പം ബീച്ച് പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറി നമുക്ക് വെസ്റ്റേൺ ഫെയറിനോ, ഇവിടുത്തെ ഒരു വലിയ ഫെയറാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഫെസ്റ്റൊക്കെ വരത്തില്ലേ, അതുപോലത്തെ ഒരു വലിയ ഫെയറാണ് വെസ്റ്റേൺ ഫെയർ. ഇന്നാണ് ലാസ്റ്റ് ഡേ. അപ്പോൾ നമുക്ക് അവിടെ പോകാം. അവിടെ മണിക്കൂറുകൾ നമുക്ക് കാണാനുള്ള കാര്യങ്ങളും റോളർ കോസ്റ്റർ, ഫുഡ്, അങ്ങനെയെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ലാസ്റ്റ് ഇയർ പോയോന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇന്നെന്തായാലും പോവാം. വീണ്ടും പേൾ മിൽക്ക് വാങ്ങി. ഇതാണ് സാധനം. അപ്പം ഇതിന് പറയേണ്ട ബ്രൗൺ ഷുഗർ, പേൾ മിൽക്ക്, ലെസ് ഐസ് എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഐസാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അലുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര വെള്ളച്ചോയായിരിക്കും. അപ്പോൾ ഐസ് കുറവാണെങ്കിൽ കൂടുതൽ പാല് കിട്ടും. എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് പ്രൊമോഷൻ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. കൊക്കോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾ കാൻഡൽ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ പോയാൽ $1.50 കുറവുണ്ട്. ഇത് $7.20 വരുന്ന സാധനത്തിന് $6 സംതിങ്ങേ വന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ പോയാൽ $1 കുറച്ചിട്ട് നിങ്ങൾക്ക് സാധനം വാങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കാൻഡൽ ഉള്ളവരാണെങ്കിൽ പോയി ട്രൈ ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ നീണ്ട 1/2 മണിക്കൂറിന് ശേഷം ഒരു പാർക്കിംഗ് കിട്ടി. നോക്കിയത് ഫുള്ള് പാർക്കിങ്ങാണ്. ഇത് ഫുള്ള് പാർക്കിംഗ് ആണല്ലോ, ഒറ്റ പാർക്കിംഗ് ഇല്ലായിരുന്നു. അവസാനം ഒരാൾ ഇറങ്ങുന്ന ഗ്യാപ്പിൽ ഞങ്ങൾ അവിടെ പോയി നിന്ന് കുറേ പേര് ആ സ്ഥലത്തിന് വേണ്ടി മത്സരിച്ച് ലാസ്റ്റ് ഞങ്ങൾ ജയിച്ചു. അപ്പം നമുക്ക് അത് വെസ്റ്റേൺ ഫെയറിൻ്റെ ഒരു ഗ്ലിംസാണ് ഇവിടെ നിന്നുള്ള. നമ്മുടെ വണ്ടർലയിലെ പോലത്തെ ഒക്കെ റൈഡ്സ് ഉണ്ട്. ഇതെങ്ങനെ ഇവരെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യുന്നതല്ലേ? ഫീസിനെ പറ്റി നമുക്ക് അറിയത്തില്ല. നമുക്ക് പോയി നോക്കാം. എന്തായാലും അവിടെ ഒരു ക്യൂ ഉണ്ട്, അവിടെയാണെന്ന് തോന്നുന്നു അല്ലേ? ഗോതേ ഇവിടെ ആരോ ഇത് എത്ര മണി വരെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ 9 മണി വരെ എന്ന് ആരോ പറയുന്നത് കേട്ടിട്ട് പറഞ്ഞു. പക്ഷെ അത് ഇങ്ങനെ ഭയങ്കര ഒച്ചയിപ്പോൾ. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് 9 പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുക. എനിക്കറിയത്തില്ല ഇത് എത്ര മണി വരെയാണ്. അപ്പോൾ പണ്ട് എനിക്ക് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഞങ്ങൾ വീട്ടിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പുതുപ്പള്ളി കോട്ടയാണല്ലോ. അപ്പോൾ അവിടെ പോയി നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ആൾക്കൂട്ടം കണ്ടപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടിനോട് അതാരാന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയാണോ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ ആ രാഹുൽ ഗാന്ധി എന്നുള്ള എല്ലാവരും കേട്ടിട്ട് രാഹുൽ ഗാന്ധി വന്നു. അങ്ങനെ ആ ഒരു കാര്യം സ്പ്രെഡ് ചെയ്തിട്ട് അവിടെ മൊത്തം ആൾക്കാർ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു. ശരിക്കും രാഹുൽ ഗാന്ധി ഇതല്ലായിരുന്നു, അത് വെറുതെ ആരോ അതിലെ കൂടി നടന്നു പോയതായിരുന്നു. അതല്ല ഇങ്ങനെ ഒച്ച കൂടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ സ്പ്രെഡായി വേറെ ഒരു അനുഭവം കൂടി എനിക്കുണ്ടായിരുന്നു. എനിക്കിപ്പോൾ അത് ഓർമ്മ. ടിക്കറ്റ് $10 രണ്ട് ടിക്കറ്റൊക്കെ ഓട്ടോമാറ്റിക്കലി കിട്ടി. നേരെ പോവുക, ടാപ്പ് ചെയ്യുക, പൈസ പോകുന്നു, ടിക്കറ്റ് വരുന്നു. ആൾക്കാരൊന്നും ഇല്ല. ആൾക്കാരുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് തന്നെ എടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് അകത്തോട്ട് പോവാം. അകത്ത് ഇങ്ങനെ ഇത് ടിക്കറ്റ് ആണെങ്കിലും ഇതിനകത്തെ ഓരോന്നിനും വീണ്ടും വീണ്ടും നമ്മൾ പേ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ റൈഡ്സിനും ഒക്കെ ഇനി സെപ്പറേറ്റ് പേ ചെയ്യണം. അങ്ങോട്ട് കണ്ടോ, ഇതിൻ്റെ ഈ എഴുത്തിന് എന്തോ പ്രത്യേകത ഉണ്ട്. ഇത് പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാറിൽ ഉണ്ടായിരുന്ന അത്രയും പഴക്കമുള്ള എഴുത്താണ് ഇതൊക്കെ. അപ്പോൾ ആ സമയത്ത്
ആൾക്കാർക്ക് ഒരു സൈൻ പോലായിരുന്നു. അതായത് പബ്ലിക്കിനോട് വരൂ, ഇത് എൻജോയ് ചെയ്യൂ. കാരണം വോറൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് ആൾക്കാർക്ക് റിലീഫിന് വേണ്ടി ഉണ്ടായ ഒരു പരിപാടിയാണ് വെസ്റ്റേൺ ഫെയർ. പക്ഷെ ഇപ്പോൾ ആകെ ബാക്കിയുള്ളത് ഈ ലെറ്റേഴ്സാണ്. എന്നിട്ട് ബാക്കിയെല്ലാം തന്നെ ഡിസ്മാൻഡിൽ ചെയ്തത് 2015. അപ്പോൾ ഇതിങ്ങനെ ഒരു കസ്റ്റമായിട്ട് അവർ ഇത് മാത്രം ഒരു ആർക്കൈവായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കൊള്ളാം അല്ലേ? ഇത് കണ്ടോ, ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വലിയ വലിയ ഗെയിംസൊക്കെ, റൈഡ്സൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിതിൽ കയറുമോ എന്നുള്ളത് അറിയത്തില്ല. ഇത്ര നേരം നന്നായിട്ട് കളിച്ചോണ്ടേ നാളെ നമ്മൾ വന്നപ്പോഴത്തേക്ക് അതും പോയി. നല്ല കളിയാന്ന് തോന്നുന്നല്ലേ? ഓ, 7 റിങ്ങിന് $10, 15 റിങ്ങിന് $20. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഓരോ ഫെസ്റ്റിലൊക്കെ പോലത്തെ ചെറിയ ചെറിയ ഗെയിംസൊക്കെ ഉണ്ട്, ഫുഡൊക്കെ ഉണ്ട്. മലയാളിയാന്ന് തോന്നുന്നു. ഒരു ബാർബി വന്നു. നീ ഇതിനകത്ത് എന്നാ നോക്കാം അല്ലേ? ഫുഡ്, ഷോപ്പിംഗ്, കോമ്പറ്റീഷൻ, എന്റർടൈൻമെന്റ്. എന്ത് എന്റർടൈൻമെന്റ് ആയിരിക്കും? കുറച്ച് ഷോപ്പിംഗ് ചെയ്യായിരുന്നു അല്ലേ? ഇവിടെ ഞാൻ തോന്നാ വണ്ടി ഇടിച്ചു പൊട്ടിക്കുന്നത്. ക്യൂട്ടായിട്ടുണ്ട്. അവരോട് ചോദിക്കാം. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. ഇതിനൊക്കെ എന്തൊക്കെ അർത്ഥങ്ങളുള്ള അല്ലേ? കോറൽ ജാസ്പർ. ഇതൊക്കെ പൊട്ടിപ്പോയാലോ? $10 ഏറ്റവും കുറവ്. ഇവിടെ എല്ലാം 10-ന്റെ കണക്കാണല്ലോ. Some of our tumbles, like hearts, moons, stars, stuff like that. There could be a bracelet. There could be like a bigger heart or palm stone, mini carvings, stuff like that. And then we've included all the cards for all the stones, just like. And you choose all of them, and put it in the mystery. Okay. എല്ലാവരുടെയും കണ്ടിട്ട് വരാം അല്ലേ? Who's watching? Huh? Who's watching? Where is it going? YouTube. No. No, thank you. ഷനേൽ. ഷനേൽ റിങ്സ് ഒക്കെ, സ്റ്റോൺസ് ഒക്കെ ഇഷ്ടമായി. റിയൽ സ്റ്റോൺസ് ഒക്കെ എനിക്ക് ഇഷ്ടം സാധാരണ റിങ്ങിനെക്കാട്ടും. 2 for $10 വേണോ? വണ്ടി ഇടിച്ചു വിളിക്കുന്ന കാണണ്ടേ? നിങ്ങളിത് കണ്ടോ? ഇതിൻ്റെ അകത്ത് വരെ പോലീസ് ജീപ്പ് ഉണ്ട്. അതായത് ഇത് ഇൻഡോറാണ്, അതിൻ്റെ അകത്ത് പോലീസ് ജീപ്പ് കൊണ്ടിട്ടേക്കാം. എന്തെങ്കിലും ആവശ്യം വന്നാൽ പോലീസുകാർക്ക് വരാനല്ലേ. പിന്നെ ഇത് ഡിസ്പ്ലേക്ക് വെച്ചിട്ട് പോലീസ് ജീപ്പാണോ? എന്തിന്? ഓ, ഇതാണ് പോലീസ് വണ്ടി. സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണും. ഇതാണ് പോലീസ് വണ്ടി. അതാണ് ആംബുലൻസ്. അതൊക്കെ ആൾക്കാർക്ക് പരിചയപ്പെടുത്താൻ ഇവിടെ കൊണ്ടിട്ടേക്കുക. നിങ്ങൾ കാനഡയിലെ പോലീസിൻ്റെ വണ്ടി കണ്ടിട്ടുണ്ടോ? ഇതാണ് പോലീസുകാരുടെ വണ്ടി. ഇതിൻ്റെ ഉള്ളൊക്കെ നമുക്കിപ്പോൾ ഒന്ന് നോക്കി കാണാം. ഫോർഡിൻ്റെ ലൈറ്റ്, ഫ്ലാഷ് ലൈറ്റുകളൊക്കെ ഉണ്ട്. ഇതാണ് ലണ്ടൻ പോലീസിൻ്റെ എംബ്ലം. നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. ഇതിൻ്റെ അകത്ത് ഇതാ ഇവിടെ അവരിതൊക്കെ വെക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതവർ വിളിക്കുന്ന ബട്ടൺസ് ഒക്കെ ആണെന്ന് തോന്നുന്നു. ഒന്നും തന്നെ അറിയത്തില്ല. ഇത് പോലീസാണ് ഇങ്ങനെ ഇരിക്കും. ഇനി നിങ്ങൾ കള്ളൻ അല്ലെങ്കിൽ നിങ്ങളൊരു കൊലപാതകയൊക്കെ ആണെങ്കിൽ നിങ്ങളിരിക്കുന്ന ഇവിടെ ആയിരിക്കില്ല. യു വിൽ ബി പിടിച്ചാൽ നിങ്ങളെ അവർ കയറ്റി ഫ്രണ്ട് ഇരുത്തത്തില്ല. നിങ്ങളിവിടെ ബാക്കിലായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു വലിയ ഗ്ലാസ് തന്നെ ഉണ്ട്. അയ്യോ,
കുഷ്യനുണ്ടെന്ന് വിചാരിച്ചിരുന്ന കുഷ്യനൊന്നും ഇല്ല ഗൈസ്. ഇവിടെ ഇത് കണ്ടത് ഇങ്ങനെ ഫുള്ള് ചില്ല. അപ്പം നിങ്ങൾക്ക് ഇവരെ ഒന്ന് പോലീസിനെ ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. നിങ്ങൾ ട്രാപ്ഡ് ആയിപ്പോയി. പക്ഷെ ഇത് കണ്ടോ, ഇത് പ്ലാസ്റ്റിക് ഒക്കെയാ. ഇതിനകത്തുനിന്ന് തുറക്കാനും പറ്റത്തില്ല. നിങ്ങൾ കയറിയ നിങ്ങളെ ആരെങ്കിലും പുറത്തിറക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പം അധികം ഒരു കാര്യം ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ കയറാതിരിക്കാം. ഹോണ്, ഫ്ലാഷ്, ഹാൻഡ് ഫ്രീ, എൽ, റെയർ, ഫ്രണ്ട് വാർണിംഗ്, ഗിയർ കട്ട്, ഇങ്ങനെയൊക്കെ പറ്റണം. വോക്കി ടോക്കി ഇല്ല. ഓ, ഇതാ ലൈറ്റ് തിരിച്ചു വിടുന്നൊക്കെ. അങ്ങോട്ട് തിരിച്ചു വിട്ടിട്ട് ലൈറ്റ് അടിക്കാം. ആംബുലൻസ് ആണ്. ഇതിൽ ഇതുവരെ കയറേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല. ഇതിലിങ്ങനെ ഇരുത്തിക്കൊണ്ട് പോകും. ഞാൻ പക്ഷേ ഒത്തിരി പേരെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. വാൾമാർട്ടിലൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്കും കാറിങ്ങനെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് താഴെ വീണ് കേട്ടോ ഒക്കെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യരെ കിടത്തിയായിരുന്നു പോകുന്നത്. ഇവിടെ ഒരാളിരിപ്പുണ്ടാവും നിറച്ച്. ഇതിനകത്ത് തന്നെ ഞാനൊരു തവണ കാനഡ വന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് കണ്ടതുകൊണ്ട് നമ്മളവിടെ ഫുള്ള് നിന്നായിരുന്നു. പോലീസ് വരുന്നത് തന്നെ. പിന്നെ ചേച്ചി നേഴ്സായതുകൊണ്ട് ചേച്ചിയാണ് 911 വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തത്. അപ്പം വന്നിട്ട് നമ്മളിതൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫുൾ സെറ്റപ്പ് ICU യൂണിറ്റ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആൾക്ക് നേരെ വന്ന് എല്ലാം ഫിക്സ് ചെയ്തിട്ട് ആളെ കൊണ്ടുപോകായിരുന്നു. How are you? Good, good. Do you want to come in? Yes. Yes, let's go. Do you want to talk to this cam? Sure. Mike? Yeah, sure. What do I say? Just explain. So this will be like something new for the people from our country. Like they. Oh, okay. Yeah, yeah, for sure. Where are you from? What country? I'm from India. He's from India. Oh, nice to meet you. Okay, Yeah. perfect. Yeah, we'll come in here. Hop in. Be careful. And you want to get in there? Yeah, of course. Okay. So what questions do you have for me? So what is this all thing? Yeah, okay. So obviously ambulances are, I think, pretty universal all around. We take people to the hospital. We Yeah. treat them with their illness or injury. So we put people here on the stretcher. And then this is our defib monitor, which checks vital signs. It also acts as a defibrillator as well. So that'll shock the heart if it's a cardiac arrest. And then we have all of our equipment that we need here. Most of the time it's categorized into like medications and fluids and then trauma. And then that's our airway oxygen over there. Over here is where we sit. Sometimes we do alternate, depends what we need. So for an airway and things like that, we'll sit here. If we need to get more invasive, we'll be right here. This patient can sit in many different positions. So this does recline upwards and then decline. This is our radio, so then we switch it depending on what channel we're on. We can talk to the hospital. We can talk to our dispatch. Okay. Yeah. This is our bags that has a variety of medications. So pretty much everything you see here, most of it will be in here. So this will be our oxygen, airway. This will be kind of medications, trauma kit, things like that. We also do have plenty of other things in here as well. So we'll have, different extra supplies, different supplies, things like that. Here's our sharps container. So obviously just best practice is once we kind of give an injection, we put our sharps container in there. Oh. Yeah. There's different levels and critical injuries that would prioritize like a higher acuity. So we go lights and sirens versus no lights and sirens. Yeah. Yeah. So you guys have literally a hospital here, right? Yeah, it's pre-hospital care is what we call it. So everything we can do to kind of keep them, but the hospital's definitive care. Yeah. So we can treat as much as we can, but at the end of the day, the hospital's where they need to be. Yeah. So have you encountered with something like that you still remember? Like Oh any yeah. incident? Yeah, oh yeah. Plenty of incidents, plenty of like calls I still remember, good ones, bad ones, things like that. Yeah. Most of the time, obviously, no one's really excited to see a paramedic, rightfully so. People call for emergencies. Yeah. But sometimes there are calls where people are happy to see us and good things do come out of that call. Yeah. Okay. That's awesome. And then what do you do for work? I work as a personal manager in Walmart. Okay, cool. That's amazing. Cool. CEO
all the time. Like whenever there's a code white, we see you guys. Oh, that's amazing. all those Oh, things. cool stuff. Yeah. And then are you doing this like content creation or what do you do here? Oh, yes. Ah, that's amazing. Amazing. Cool stuff. Do you any more questions or? No questions. Oh, Your name? Nasser. Nice to meet Nice you. to meet you. That's awesome. Nice to meet you too. Cool. Here's your mic back. Thank you. All right. Enjoy the rest of the trip here. Okay. Thank you. Hi. Good. How are you? ഇതാണ് ലണ്ടൻ പോലീസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വണ്ടി ഇതാണ്. അപ്പോൾ ഈ കൂടുതൽ നമ്മൾ പോലീസ് വീട്ടിലാണ് കാണാറ്. എന്നാലും നമുക്ക് എപ്പോഴും ഇവർ ഈ വണ്ടിയിൽ തന്നെ വരണമെന്നില്ല. നമ്മൾ പോലും വിചാരിക്കാത്ത വണ്ടിയൊക്കെ ചില നേരത്തെ നമ്മുടെ പുറകെ വന്നിട്ട് നേരെ ലൈറ്റ് ഇടും. അപ്പോഴേ നമുക്ക് മനസ്സിലാകുള്ളൂ ഇതാണ് പോലീസ് വണ്ടിയെന്ന്. അപ്പോൾ കൂടുതലും ഡോഡ്ജാണ്. ചാർജർ അല്ലേ, ഡോഡ്ജിൻ്റെ ചാർജറും ഒക്കെയാണ്. ഇത് ശരിക്കുള്ള പോലീസാട്ടോ. ഇവർ വേഷം കിട്ടിയെന്ന് വന്നേക്കുന്നതല്ല, ശരിക്കുള്ള പോലീസാണ്. അപ്പോൾ എങ്ങനെ എന്തായാലും ഇങ്ങനത്തെ ഒരു സംഭവം കൊള്ളാം അല്ലേ. ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ, ഇതൊക്കെ കാണണമെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ലൈഫിൽ ഒരിക്കലും ഇതൊക്കെ കാണാൻ ഒക്കെ പറ്റുന്ന നല്ലതാണ്. അങ്ങനെ ഇവിടെ ഒരു ക്രോക്സിൻ്റെ ചാൻസ് തന്നെയുള്ളൊരു കട നമുക്ക് വേണം നോക്കാം. ഞാൻ ഇതുപോലെ ലാസ്റ്റ് ഇയർ ഒരു ഫെയറിനായിരുന്നു എൻ്റെ ക്രോക്സ് ഇപ്പോൾ ഇല്ല. ടോറസിൻ്റെ ഒരു രാത്രിയിൽ കത്തുന്ന ഒരു ചാം വാങ്ങിയത്. അപ്പോൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കാവേ. എൻ്റെ ക്രോക്സ് ഒരു ബേജ് കളറാണ്. അപ്പോൾ എല്ലാം ഒന്നും എനിക്കങ്ങനെ ഭയങ്കര ഫങ്കിയായിട്ടൊന്നും വേണ്ട, ഒരു കുറച്ചൊരു ക്ലാസി ആയിട്ടുള്ള എന്തെങ്കിലും ആണ് വേണ്ടത്. ഉണ്ടോ ഇത് ഹാരി പോട്ടറൊക്കെ ഉണ്ട്. ഹാരി പോട്ടർ ഉണ്ട്, ഇത് ഹെർമിയോണി ഉണ്ട്. ഹെർമിയോണി, ഹാരി പോട്ടർ, മാർവൽ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ മാർവൽ തന്നെ അല്ലേ. മാർവലാണ് ഇങ്ങനെ എടുത്ത് നിൽക്കണം, മാർവലാണെന്ന് മനസ്സിലാവും. സ്ട്രേഞ്ചർ തിങ്സ് ഉണ്ട്. ബാർബി, ഞാനൊരു ബാർബി അങ്ങനെ ഒരു ഫാൻ അല്ല, അതുകൊണ്ട് എനിക്ക് ബാർബി വേണ്ട. ഈ വട്ടമുണ്ടോ റൊണാൾഡോ? നീ റൊണാൾഡോ ഫാനാണോ? അപ്പം നമ്മൾ വാങ്ങിയത് ഇത് നമ്മൾ കുട്ടി ക്യൂട്ട് കവറൊക്കെ ഉണ്ട്. നമ്മൾ വാങ്ങിയത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഒരു പാവം അമ്മച്ചിയാണ്. അമ്മച്ചി പറഞ്ഞു 10 ദിവസത്തെ ഫെയർ കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ ഇടപാട് തീർന്നു, ഒന്ന് എങ്ങനെയും വീട്ടിൽ പോയാൽ മതി എന്നൊക്കെ. എന്നാലും ഈ ഏജിൽ അങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യാന്ന് പറയുന്ന ഒരു വിൽ പവർ ആണല്ലോ. ഇത് നമ്മൾ വാങ്ങിയത് ഒന്ന് മാർവലിൻ്റെ ഇതാണ്, 2 എണ്ണം വാങ്ങിയത്. പിന്നെ മെസ്സി, ഇതൊക്കെ മെസ്സി. പിന്നെ ഇതെന്താടാ, ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ബാഴ്സലോണ, ഞാൻ അതൊന്നും കാണാറില്ല, എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിയത്. ഞാൻ ഗെയിം ഓഫ് ത്രോൺസ് കുറേ തപ്പി, പക്ഷെ കിട്ടിയില്ല. Because it's like clear and it's a higher quality stone, so that's how the prices vary. And does this actually help with this? It's what you think about, you bring about it. Right? If you don't believe it, it's not going to do a thing. Right? Yeah. We manifest our own reality. Yes. നമ്മൾ വാങ്ങി ഇത് ഷെവ്രോൺ അമെത്തീസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോൺസ് ആണ്. അപ്പം ഇത് ഹൈ സ്പിരിച്വാലിറ്റി, ഇത് ജെന്റിൽ സപ്പോർട്ട് ഓഫ് വൈറ്റ് ഗോഡ്സ് ക്രിയേറ്റിംഗ് എ യുണീക്ക് എനർജി ഫോർ സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. അപ്പം നമുക്ക് ഒരു കറേജൊക്കെ തരും സ്പിരിച്വൽ കോളിങ്സിന്, നമ്മുടെ ഹയസ്റ്റ് പൊട്ടൻഷ്യലിൽ റീച്ച് ചെയ്യാനും ഒക്കെ. പിന്നെ നമ്മുടെ ഓറയൊക്കെ ക്ലെൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ സൈക്കിക് അറ്റാക്കിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കും. ഡീപ്പ് പീസ്ഫുൾ സ്ലീപ്പ്, ഉറക്കക്കുറവുള്ളവർക്കൊക്കെ നല്ലതാണ് പറയുന്നത്. പക്ഷേ ഈ ഇതിൻ്റെ എല്ലാം അവരെന്ന് പറയാൻ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കുന്നൊക്കെയാണ് ആണ്, അല്ലാതെ നമ്മൾ ആ ഒരു ബിലീഫിന് വാങ്ങിയല്ല. പക്ഷേ എനിക്ക് ഈ വയലറ്റ് കളർ ഇഷ്ടമായി, അതുകൊണ്ട് വാങ്ങിയാണേ. അപ്പോൾ ഇട്ട് നോക്കാം. അല്ലാണോ? ഹായ് ബേബി. What are you watching? What is that? Is that cow? Ross close behind. It's going to be a tight one, but Boss Hogg taking it for the win on that little photo finish. Wow. Sneaking. Our next heat.
Pog is going to come in last. I'm telling you right now. And here we go. All right. It's going to be a tight race. Coming down the straightaway to turn 2. Amy Slinehouse trying to take it from Brittany Sparrows, but Brittany Sparrows on the win on that one. Not looking good for Ace in last place currently. Let's see if he can come in on the inside. It's going to be a dead heat. Pebbles going for the win. Pebble Pig, ladies and gentlemen. Pebbles. ഇവിടെ എല്ലാം ഇങ്ങനെ ഫുഡിൻ്റെ സ്റ്റോൾസ് ആയിരുന്നു ആ സൈഡ് മൊത്തം. അവിടെ നമുക്ക് ഫുഡൊക്കെ വേണം വാങ്ങാം. അതിൻ്റെ അപ്പുറത്ത് ഫുൾ ഇങ്ങനെ റൈഡ്സാണ്. പിള്ളേർക്കുള്ള റൈഡ്സ് ഉണ്ട്, നമുക്കുള്ള റൈഡ്സ് ഉണ്ട്. പിന്നെ എന്തോ $30 പാസ് എടുത്താൽ എല്ലാ റൈഡിലും ഫ്രീ ആയിട്ട് കയറാം. അല്ലെങ്കിൽ പിന്നെ ഓരോന്നിനായിട്ട് നമ്മൾ പൈസയൊക്കെ കൊടുക്കണം. അങ്ങനെ നമ്മുടെ നാട്ടിലെ റിമി ടോമിൻ്റെ ഒക്കെ പോലെ ഇവിടുത്തെ വലിയ ആൾക്കാരാണെന്ന് തോന്നുന്നത്. അവരുടെ കോൺസേർട്ടൊക്കെയാണ്. എല്ലാവരും ഇവിടെ ഒരു ബിയറൊക്കെ വാങ്ങി ചില്ല് ചെയ്ത് പാട്ടൊക്കെ കേട്ടിരിക്കുക. നറൂട്ടോ ആണിത്. അല്ല നറൂട്ടോ അല്ല, ഇതാ മറ്റേ പവ ലബൂബു. ഇഷ്ടമില്ല ലബൂബുവിന്. ലബൂബു ഇത് നമ്മുടെ ഒറിജിനൽ സ്റ്റോൺ ആടാ. ഇത് ഉണ്ടാക്കാൻ ഞാൻ പഠിക്കാൻ നോക്കുന്നുണ്ട്. ഇതുണ്ടാക്കി തരാനാണ് ഞാൻ നോക്കിയേ. പക്ഷെ അന്ന് അത് നടക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ വേറെ സ്റ്റാറൊക്കെ ഉണ്ടാക്കി തന്നു നിനക്ക്. ആ ഓ ക്യൂട്ടല്ലേ ഉണ്ടോ? ഓ വള വേണ്ടാമേ, ഒരു വർക്കത്തില്ലാത്ത വള. വേണ്ട ബാബു. ഹായ്. ഇതൊക്കെ ഉണ്ടാക്കി ഇടുമ്പോൾ അതിനൊരു ഭംഗിയല്ലേ അന്നാമേ? ആ ഗെയിം ഓഫ് ത്രോൺസ് ഇല്ല ഗൈസ്. You wanna see cow? Come. Patu, say hi. You got a toy? Yeah. Doggy? That's her Bobo. Nice. She's shy. Come, baby. You see that piggies? There's little baby piggies. Oh, yeah. Have a good night. Patu, see cow. Cow. Hello? Take a big hamburger and come right to you. There you go. Atu, you wanna feed Aunt Mama? Come. Show me your hand. Show it. No. Show it like this. Patu, show it like this. See, Patu. You wanna try? No. You try. അങ്ങനെ കൊച്ചിരുന്നാണോ ആക്രാന്ത കേട്ടോ. Patu. Patu, Bawa is yucky. ഇത് പോകത്തില്ലല്ലേ?
എത്ര സൈസ് എടുക്കണ വരെയാടാ ഇവിടെ ഉണ്ട് ഇതിനെ വേണോ? വെള്ളമൊന്നും ഇല്ല ഇവിടെ. ഞാൻ ഫിഷ് ആൻഡ് ചിപ്സ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നമുക്ക് അവിടെ അകത്തിരിക്കാനോ? ഇത് ക്യാൻറ്റീനിലുള്ള ഒരു സാധനം ഫിഷ് ആൻഡ് ചിപ്സ്. ഇത് ഇവിടെ ഞാൻ ഇവിടെ വന്നിട്ട് കേട്ട പുതിയൊരു സാധനം ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറഞ്ഞു. പക്ഷെ കഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പം നമുക്ക് കഴിക്കാം. ഇങ്ങനെ ഇരിക്കും. ഇത് എന്തോ ഫിഷൊക്കെ ഉള്ളിലുള്ളതാണ്. ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതിനോടെ നമുക്ക് ഏതെങ്കിലും കുറേ സാലഡും ഒക്കെ ഉണ്ട്. ഇത് ശരിക്കുള്ള ഫിഷാന്ന് തോന്നുന്നു. നല്ലതാണ്. ആണോ? ഇത് ബ്രിസ്ക്കറ്റ് ഇങ്ങനെ ഒത്തിരി നാളെ കണ്ട് അല്ലേ ബീഫൊക്കെ വെച്ചിട്ടുള്ള. അതാ അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ലാസ്റ്റ് ബാൻഡൊക്കെ പാത്തുവിൻ്റെയും ചേച്ചിയുടെയും ബാൻഡൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാ റൈഡും ക്ലോസായി. ഇവിടെ അങ്ങനെ ഒന്നുകൂടി കയറ്റുമെന്നൊന്നും ചോദിച്ചാൽ ആരും കയറ്റത്തില്ല. എല്ലാ സമയത്തിൻ്റെ അതിൻ്റേതായ രീതിയിലേ നടക്കത്തുള്ളൂ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞ് കുറേ ഡാൻസ് കളിച്ചു ഞാനും പാത്തും കൂടി. ആ ക്ലിപ്സൊക്കെ എനിക്കൊന്ന് ഞാൻ ഇന്ന് മുന്നേ ഇടാം. അങ്ങനെ ഇപ്പം ഞങ്ങൾ ലാസ്റ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ പോവാ. ഒന്നുകൂടി ഒരു ഡിസേർട്ട് കഴിക്കാൻ പോവാ. ഫണൽ കേക്കോ അങ്ങനെ എന്തോ. അപ്പം ഇവിടെ ഇത് എല്ലാ റൈഡ്സും ക്ലോസായി. എല്ലാവരും തിരിച്ച് വീട്ടിൽ പോകും. ഇത് എനിക്ക് തോന്നുന്നു 1 വീക്കോളം ഉള്ള വെസ്റ്റേൺ ഫെയറാണ്. ഇത് വരുമ്പം കടകളിലൊക്കെ ആൾക്കാർ കുറയും. അതായത് എന്താ കാര്യം വെസ്റ്റേൺ ഫെയർ എന്ന് പറയും. ഇപ്പം ഞങ്ങളുടെ നാട്ടിലിപ്പോൾ മണർകാട് പള്ളിയിലെ പെരുന്നാൾ എന്നൊക്കെ പറയുന്നതല്ലേ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അതുപോലെ ഇവിടെ ആ പരിപാടി. അപ്പം അങ്ങനെ ഞങ്ങളപ്പം ഇവിടെ എവിടെയോ ആണ് പോകുന്നത്. അവരെയും തപ്പി പിടിക്കട്ടെ. എല്ലാവരും നമ്മളെ പറഞ്ഞു വിടുക. എല്ലാവരോടും പൊക്കോളാൻ പറഞ്ഞു. ആ ചേട്ടൻ ഈ റൈഡൊക്കെ അഴിക്കുക. ഇവിടെ ഒരു പുള്ളി വരയ്ക്കുന്നുണ്ടോ? ഈ ചേട്ടൻ എവിടെ നിന്ന് പടമൊക്കെ വരയ്ക്കാം. നമുക്ക് പോവാം അല്ലേ? അപ്പോൾ ബൈ ബൈ വെസ്റ്റേൺ ഫെയർ. ബൈ. ഇതാണ് ഫെയറിൻ്റെ ദൂരെ എന്നുള്ളൊരു വ്യൂ. ഇതെല്ലാം ഇവിടെ ഉള്ള പാർക്കിങ്ങാണ്. ഇതെല്ലാം ഫുള്ളായിരുന്നു. ഇനിയിപ്പോൾ ഒന്നൊന്നായിട്ട് എല്ലാവരും പോവും. അപ്പോൾ ഗൈസ് അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വ്ളോഗ് ഇവിടെ നിർത്താൻ തോന്നുന്നു. അങ്ങനെ ഫെയർ കഴിഞ്ഞു. ഇപ്പോൾ രാത്രി ഒരു 11 കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീട്ടിൽ പോവാം. അപ്പം നിങ്ങൾ ഈ ഫെയറിന് വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. പിന്നെ ഇതുപോലത്തെ വേറെ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ വരാം. അപ്പോൾ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.